ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹസീസ് കിച്ചൺ വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഉള്ളിയും തക്കാളിയും ഒന്നും വഴറ്റിയെടുക്കാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് 2 മീഡിയം സൈസിലുള്ള സവാള, ഒരു ചെറിയ തക്കാളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 3-4 വെളുത്തുള്ളി, 2-3 പച്ചമുളക്. ഇത്രയും കൂടി നമുക്കൊരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 10-12 നട്ട്സും ബദാമും കൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒറ്റ വിസിലടിക്കുമ്പോൾ തന്നെ നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം. കാരണം കഷ്ണങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത വെജിറ്റബിൾസ് എല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നന്നായി തണുത്ത ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. തണുക്കാതെ ഇതിട്ട് കഴിഞ്ഞാൽ മിക്സിയിൽ നിന്ന് തെറിച്ച് പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. പിന്നീട് ഇതിനകത്തേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നീട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതിനകത്തേക്ക് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ട് ഒഴിച്ച് കൊടുക്കാം. പിന്നീട് ആ മിക്സ് കൂടി കഴുകി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു അരമുറി തേങ്ങ എടുത്തിട്ട് അതിൻ്റെ തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 1 കപ്പോളം ഉണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് കുറച്ച് കസൂരി മേത്തി ചെറുതായിട്ടൊന്ന് പൊടിച്ച് ഇതേപോലെ ഇട്ട് കൊടുക്കാം. പിന്നീട് 1 ടേബിൾ സ്പൂൺ മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഓപ്ഷണലാണ്, ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ലാസ്റ്റ് കുറച്ച് ബട്ടർ കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും പൂരിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണിത്. ബാച്ചിലേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.